കേരളത്തെ നടുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട് വിചാരണ കോടതി. 8ാം പ്രതിയായിരുന്ന ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല. തെളിവ് നശിപ്പിക്കൽ കുറ്റവും തെളിഞ്ഞില്ല എന്ന് കോടതി. വിധി പ്രസ്താവിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി വർഗീസ്. അനുകൂല വിധിക്ക് തൊട്ടുപിന്നാലെ മഞ്ജു വാര്യർക്കെതിരെ തിരിഞ്ഞ് ദിലീപ്. ഗൂഢാലോചനാ വാദം ആദ്യം ഉന്നയിച്ചത് മഞ്ജു. അപ്പോൾ മുതൽ തനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയെന്നും ദിലീപ്. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് നടത്തിയ നീക്കങ്ങൾക്ക് പോലീസിലെ മേലുദ്യോഗസ്ഥ ഒത്താശ ചെയ്തെന്നും ഗുരുതര ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ പോലീസിനെതിരെ തുറന്നടിച്ച ദിലീപ്. ക്രിമിനൽ പോലീസുകാർ മെനഞ്ഞെടുത്ത കള്ളക്കഥ പൊളിഞ്ഞു വീണു. യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെ. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. നടന്നത് തന്റെ ജീവിതവും കരിയറും നശിപ്പിക്കാനുള്ള നീക്കമെന്നും ദിലീപ്. ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ ബി സന്ധ്യ IPSന് പങ്കെന്ന് അഡ്വക്കേറ്റ് രാമൻപിള്ള. ബാലചന്ദ്രകുമാറിനെ ഇറക്കിയത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗം. കേസിനൊപ്പം നിലകൊണ്ടത് കള്ളത്തെളിവുകൾ എന്ന് ബോധ്യമുള്ളതുകൊണ്ട്. ഞാനിപ്പോൾ അരനൂറ്റാണ്ട് കഴിഞ്ഞ കേസാണ് തുടങ്ങിയിട്ട്. ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ടൊരു തെളിവില്ലാത്ത ഒരു ആൾ കണ്ടിട്ടുമില്ല. ഒരു കള്ളക്കേസ്. വിധിക്ക് പിന്നാലെ രാമൻപിള്ളയെ വീട്ടിലെത്തി സന്ദർശിച്ച് കാൽ തൊട്ട് വന്ദിച്ച് ദിലീപ്. നടിയെ ആക്രമിച്ച കേസിൽ 1ാം പ്രതി പൾസർ സുനി അടക്കം 6 പ്രതികൾ കുറ്റക്കാർ. ബലാത്സംഗമടക്കം എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്ന് കോടതി. തെളിവില്ല എന്ന് കണ്ട് വെറുതെ വിട്ടത് ദിലീപ് അടക്കം 4 പ്രതികളെ. ശിക്ഷാവിധി വെള്ളിയാഴ്ച. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി മാനിക്കുന്നുവെന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. അതിജീവിതക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് WCC. ഇതെന്ത് നീതിയെന്ന് നടി പാർവതി തിരുവോത്ത്. സത്യമേവ ജയതേ എന്ന് ദിലീപിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് നാദിർ ഷാ. ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കുന്നത് കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് B ഉണ്ണികൃഷ്ണൻ. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ സർക്കാർ. നടിക്ക് പൂർണ്ണ നീതി കിട്ടിയിട്ടില്ലെന്ന് നിയമമന്ത്രി P രാജീവ്. സർക്കാർ എന്നും അതിജീവിതക്കൊപ്പം. ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും P രാജീവ്. മുഖ്യമന്ത്രിയുമായി രാജീവ് ആശയവിനിമയം നടത്തി. സർക്കാർ അതിജീവിതക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന് VD സതീശൻ. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് KK രമ. മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് K അജിത. നടിയെ ആക്രമിച്ച കേസിൽ വന്നത് അന്തിമ വിധി അല്ല എന്ന് മുൻ DGP B സന്ധ്യ. മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അന്തിമ വിധി വരും വരെ ഇരയ്ക്കൊപ്പമുണ്ടാകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന B സന്ധ്യ. കൂറുമാറ്റം കേസിനെ ബാധിച്ചിട്ടില്ല എന്ന് ആദ്യ പ്രോസിക്യൂട്ടർ A സുരേഷൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ നേരിട്ടെത്തി മൊഴി നൽകി 2ാം അതിജീവിതയും. പരാതിയിൽ ഉന്നയിച്ച ഗുരുതര വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞ് യുവതി. G പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത് കേരളത്തിന് പുറത്തുവെച്ച്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് 2ാം കേസിലെ അതിജീവിത നേരിട്ടത് അതിക്രൂര പീഡനം. പ്രതി ശരീരമാകെ മുറിവേൽപ്പിച്ചെന്ന് പെൺകുട്ടി. ആക്രമിച്ചത് "I want to rape you" എന്ന് പറഞ്ഞുകൊണ്ട്. പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗികാതിക്രമം തുടർന്നു. കേസുമായി മുന്നോട്ടു പോകാൻ ഭയപ്പെടുന്നെന്നും യുവതി.
തദ്ദേശ പോരിന്റെ ആദ്യഘട്ട വിധിയെഴുത്തിന് ഒരുങ്ങി കേരളം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ. വന്ദേ മാതരം ആലപിച്ചതിന്റെ 150-ാം വാർഷികത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ പ്രത്യേക ചർച്ച തുടങ്ങി. ലോക്സഭയിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി. കോൺഗ്രസ് വന്ദേ മാതരത്തെ ഒഴിവാക്കി രാജ്യത്തെ കീറിമുറിച്ചെന്ന് നരേന്ദ്രമോദി. ഇന്നും കോൺഗ്രസിന് ഇതേ നയമെന്നും വിമർശനം. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാനക്കല്ലി. തൃശൂർ വെള്ളിക്കുളങ്ങര സ്വദേശി സുബ്രന് ദാരുണാന്ത്യം. കാട്ടാനയുടെ ആക്രമണം രാവിലെ 6 മണിയോടെ. മലപ്പുറം എടക്കരയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. ജീവൻ നഷ്ടമായത് മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡ് സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീനയ്ക്ക്. രാത്രി വരെ നീണ്ട പ്രചാരണ ശേഷം വീട്ടിലെത്തിയ ഉടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഗോവയിലെ നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഫയർ ഡാൻസിനിടെ ഉപയോഗിച്ച പടക്കങ്ങളും പൈറോ സ്റ്റിക്കുകളും. മുളയും ഫൈബറും കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരയിലേക്ക് തീ പടർന്നത് പൈറോ സ്റ്റിക്കുകളിൽ നിന്ന് ദൃക്സാക്ഷികൾ. 4 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചത് 25 പേർ. തെലങ്കാനയിലെ പ്രധാന റോഡിന് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നൽകാൻ ശുപാർശ ചെയ്ത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. നീക്കം തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സമ്മേളനത്തിന് മുന്നോടിയായി. ഡൊണാൾഡ് ട്രംപ് അവന്യൂ നാമകരണത്തിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. നൈജീരിയയിൽ സ്കൂളിൽ നിന്ന് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ 100 കുട്ടികളെ മോചിപ്പിച്ചു. തലസ്ഥാനമായ അബുജയിലെത്തിച്ച കുട്ടികളെ പ്രാദേശിക അധികാരികൾക്ക് കൈമാറിയെന്ന് റിപ്പോർട്ട്. അവശേഷിക്കുന്ന 165 കുട്ടികളുടെയും സ്കൂൾ ജീവനക്കാരുടെയും കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. ഗാസ സമാധാന കരാറിൽ ട്രംപുമായി തുടർ ചർച്ച നടത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈ മാസം അവസാനത്തോടെ കൂടിക്കാഴ്ച. 2ാം ഘട്ടം ഗാസയിലെ ഹമാസ് വാഴ്ച അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കാനെന്നും നെതന്യാഹു. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷം രൂക്ഷം. കംബോഡിയയ്ക്ക് നേരെ വ്യോമാക്രമണം അഴിച്ചുവിട്ട് തായ്ലൻഡ്. പ്രത്യാക്രമണത്തിൽ തായ് സൈനികർ കൊല്ലപ്പെട്ടതും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും ആരോപണം. അതിർത്തിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഇരു രാജ്യങ്ങളും. ഗാസ സമാധാന കരാർ 2ാം ഘട്ടത്തിലേക്ക് നീങ്ങവേ ആയുധം താഴെവെക്കാൻ തയ്യാറെന്ന് പ്രഖ്യാപിച്ച് ഹമാസ്. ദീർഘകാല വെടിനിർത്തൽ കരാർ വേണമെന്ന ആവശ്യം. സമ്പൂർണ്ണ നിരായുധീകരണം ഉദ്ദേശിക്കുന്നില്ല എന്നും ഹമാസ് വക്താവ്. ഗാസയിൽ അന്താരാഷ്ട്ര സേനയ്ക്ക് സുരക്ഷാ ചുമതല നൽകുന്നതിനോട് എതിർപ്പ്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബെനിനിലെ പട്ടാള അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തിയെന്ന് പ്രസിഡന്റ് പാട്രിസ് ടാലോൺ. അട്ടിമറി ശ്രമം നടത്തിയ സൈനികർ അറസ്റ്റിൽ. സ്ഥിതി നിയന്ത്രണ വിധേയമെന്നും പ്രസിഡന്റ്. ഭരണം പിടിച്ചെടുക്കുന്നുവെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയത് മിലിറ്ററി കമ്മിറ്റി ഫോർ കമ്മീഷൻ എന്ന ഗ്രൂപ്പ്. മുപ്പതാമത് IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത ആഫ്രിക്കൻ സംവിധായകൻ അബ്ദർ റഹ്മാൻ സിസാക്കോയ്ക്ക്. 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും സമ്മാനിക്കും. അബ്ദറിൻ്റേത് പാശ്ചാത്യ ആഫ്രിക്കൻ സംസ്കാരങ്ങൾ പ്രമേയമായ ചിത്രങ്ങൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2020 പരമ്പരയ്ക്കൊരുങ്ങി ഇന്ത്യ. ടീമുകൾ ഒഡീഷയിൽ ഇന്ന് പരിശീലനം തുടങ്ങും. ഗിൽ കളിച്ചില്ലെങ്കിൽ സഞ്ജു ഓപ്പണറാകാൻ സാധ്യത. പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കട്ടക്കിൽ. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനെ അട്ടിമറിച്ച് സെൽറ്റ വിഗോ. റയലിനെ വീഴ്ത്തിയത് എതിരില്ലാത്ത 2 ഗോളിന്. പ്രീമിയർ ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് കളത്തിൽ. എതിരാളികൾ വോൾസ്.